പട്ടുക ഏതെങ്കിലും ഞാൻ തീർച്ചയായിട്ടും കമൻസ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ്. ഞാനൊരു അമ്മ സ്ഥാനത്ത് നിന്നവർക്ക് കരുതലും സ്നേഹമൊക്കെ കൊടുക്കും. പക്ഷെ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇതാ അവർക്ക് എനർജി കേൾക്കാനില്ലാന്നുണ്ടോ. അടുത്ത ചോദ്യം ഓൾറെഡി സെറ്റാ. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈഡ് ഓഫ് പ്രൊമോഷൻസ്. ഓൺലൈൻ മീഡിയ അത്രയും വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാര്യം പണ്ട് നിങ്ങൾക്ക് അറിയാം, ചാനൽസൊക്കെ ആദ്യം ഒരു പ്രൊമോ ഷൂട്ട് ഉണ്ടാവും, പിന്നെ സ്റ്റിൽസ് ഉണ്ടാവും, അതെവിടെയെങ്കിലും ഫ്ലെക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ LED ബോർഡ്സ്, അതല്ലെങ്കിൽ ചാനൽസിൽ ഒരു പ്രൊമോ വീഡിയോ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ യൂട്യൂബ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ വന്നപ്പം എല്ലാ ചാനൽസിനും അവരുടെ പെർട്ടിക്കുലർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇടാൻ തുടങ്ങി യൂട്യൂബ് ചാനൽസ്. ഇന്നത് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇവിടെ വന്ന് അത്രത്തോളം നമ്മുടെ ഡിജിറ്റൽ വളർന്നു, അത്രത്തോളം ഓൺലൈൻ മീഡിയ വളർന്നു. ആവശ്യമാണ്. ഒരു സൈഡിൽ കൂടെ എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് വർഷമായിട്ട് നിങ്ങളൊക്കെ കാണുന്നതാണ്. നമ്മുടെ ഒരു ഷോ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം. മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. കാര്യം ഇത് കുട്ടികളുടെ ഷോ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ പഴയ പാട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. കാര്യം ഇത് കാണുന്ന അമ്മമാരാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു യങ്ങർ ജനറേഷനിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ഡിജിറ്റൽ മീഡിയ ഏറ്റവും പരമാവധി നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. അതെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഷൈൻ ചേട്ടനോട് ഒരു പടമുണ്ട്, ഡാൻസ് ആപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഡബിങ് കഴിഞ്ഞു, 1-2 മാസത്തിനകത്ത് റിലീസ് ഉണ്ടാവും. പിന്നെ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളും കാണണം. പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളും കാണണം. ഡിജിറ്റലിലൊക്കെ നമ്മുടെ പ്രസൻസ് ഉണ്ട്, Z5-ലൊക്കെ ഉണ്ട്. അതെ, വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേക്കും വണക്കം. താങ്ക് യു. പിന്നീട് കഴിഞ്ഞു അല്ലേ? സംസാരിച്ചോ? പിന്നെ എന്റെ ഈ പാട്ട് ഇടാതിരുന്ന നല്ലായിരുന്നു. കാട്ടൻ മൊഴി ഇടാതിരുന്ന എത്രയോ ജന്മമായിട്ടോ. കാട്ടൻ മൊഴി ഇടണ്ടാട്ടോ, വൃത്തിയേടായിരുന്നു. ഇല്ല, വളരെ വൃത്തിയേടായിരുന്നു. അതിട്ട് മോനും തോന്നണേ സ്നേഹം കൊണ്ട്. അത് വൃത്തിയേടായിരുന്നു. ഇപ്പൊ വേണ്ട കണ്ണ, അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പാടണം. ഞാൻ പാടാം. ഞാൻ ഏത് പാട്ടുവാ ഏതെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ പാടും. ജാനകിയമ്മയുടെ ഒരു പാട്ട്, അതിനൊരു സംശയമില്ല. അത് കുറച്ചും കൂടെ വാമപ്പ് ഒക്കെ വേണം. വയസ്സായില്ലേ, വാമിങ് അപ്പ് ഒക്കെ ചെയ്താൽ ഒരു അരമണിക്കൂർ ഒക്കെ ചെയ്താലേ പാടാൻ പറ്റുള്ളൂ. അതെ. ശരി മോനെ, അതിന് ഞാൻ എന്ത് റിപ്ലൈ തരണം? ഞെട്ടും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് കുറെയൊക്കെ ഞാൻ കാണും. ചിലത് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സങ്കടം വരും ചിലപ്പോ. ഇപ്പൊ ഒരു എന്താ പറഞ്ഞ കുറെ കമന്റ്സ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. മോളെ എന്ന് പറഞ്ഞ് വരും. എന്താ അവരിങ്ങനെ എഴുതിയേക്കണത്? അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളല്ലേ, അവരെഴുതൊക്കെ വരുന്നത്. നല്ലതും വരും, നല്ലത് കാണുമ്പോൾ സന്തോഷം. ശ്വേത നോക്കാറില്ല. ഞാൻ തന്നെ ഇരുന്ന് സമയം സമയം കൊച്ചിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ പോകും. അപ്പൊ അവിടെ വരാൻ ലേറ്റ് ആവുമ്പോ അപ്പോഴാണ് എല്ലാവരും നോക്കണേ. എല്ലാം ചോദിക്കല്ലേ, സത്യം മാത്രമേ പറയുള്ളൂ. അതെന്തെങ്കിലും പറഞ്ഞു പോകുന്നല്ലോ. ഷോ തുടങ്ങുന്നതിന് മുന്നേ ഹിറ്റ് ആവുന്നു. ചേച്ചി ഗംഭീരാവട്ടെ. അതാരാ പറഞ്ഞേ? നാവ് പൊന്നായിരിക്കും. ശരി പൊന്നെ. താങ്ക് യു സോ മച്ച്.